ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഉല്ലാസ് സി എച്ച് ആണ്. വെൽക്കം ടു അവർ ചാനൽ ലീ സ്പോർട്ട് ജോബ്സ്. നമ്മൾ കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 22 23 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ MCQ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഹാസ് ലോഞ്ച്ഡ് ഓൺലൈൻ പോർട്ടൽ DRIPS ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പവർ സെക്ടർ എന്നാണ്. ആരാണ് ഓൺലൈൻ പോർട്ടലായ DRIPS ലോഞ്ച് ചെയ്തത് എന്നാണ് പറയുന്നത്? മനോഹർ ലാൽ ഖട്ടറാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. DRIPS അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പവർ സെക്ടർ എന്നാണ് ഇത് പറയുന്നത്. ജലവൈദ്യുത പദ്ധതികളുടെയും പമ്പഡ് സ്റ്റോറേജ് പ്രൊജക്റ്റുകളുടെയും അഥവാ ജലവൈദ്യുതി DPR സർവേക്കും ഇൻവെസ്റ്റിഗേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഈ ഓൺലൈൻ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പവർ ആൻഡ് മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ് മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി ജിയോ സയൻറ്റിസ്റ്റ് റിസീവ്ഡ് ദ നാഷണൽ ജിയോ സയൻസ് അവാർഡ്സ് NGA ഫോർ 2023 എന്നാണ്. എത്ര ജിയോ സയൻറ്റിസ്റ്റുകളാണ് ജിയോ സയൻസ് അവാർഡ് 2023 വാങ്ങിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 21. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത്. 21 സയൻറ്റിസ്റ്റുകൾക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഭൂമിശാസ്ത്രം, ധാതു പര്യവേക്ഷണം, നാച്ചുറൽ ഹസാർഡ്സ് ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങിയവയിലെ മികച്ച നേട്ടങ്ങൾക്കാണ് ഈ ജിയോ സയൻസ് അവാർഡ് നമ്മൾ നൽകുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ 21 പേർക്കാണ് ജിയോ സയൻസ് അവാർഡ് ലഭിച്ചത്. നാഷണൽ ജിയോ സയൻസ് അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്, നാഷണൽ ജിയോ സയൻസ് അവാർഡ് ആൻഡ് നാഷണൽ യങ് ജിയോ സയൻറ്റിസ്റ്റ് അവാർഡുകളാണ്. ഇങ്ങനെ 3 കാറ്റഗറീസാണ് ഈ അവാർഡിന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കൺട്രി വിൽ ഇമ്പോർട്ട് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ അമോണിയ ആസ് പെർ ദ റീസെൻറ്റ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്? ജപ്പാനിലേക്ക് ഇതിൻ്റെ ഉത്തരം ജപ്പാൻ ആണ്. വിച്ച് കൺട്രി ഇന്ത്യ ആദ്യമായി ഗ്രീൻ അമോണിയ അഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് ജപ്പാനുമായിട്ടാണ്. കയറ്റുമതിയിലേക്ക് ഒപ്പുവെച്ചത് ജപ്പാനുമായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ജപ്പാനിലേക്ക് ഗ്രീൻ അമോണിയ കയറ്റുമതി ചെയ്യുന്ന അഗ്രിമെൻറ്റിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പ്രഹ്ലാദ് ജോഷിയാണ് അധ്യക്ഷത വഹിച്ചത്. അഗ്രിമെൻ്റ് പ്രകാരം റിന്യൂവബിൾ എനർജി സോഴ്സ് ഉൾപ്പെടുത്തി ഇന്ത്യയിൽ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ സെംകോർപ്പ് ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹാസ് ഡിസൈഡഡ് ടു മൂവ് ദ 19th വുമൺസ് T20 വേൾഡ് കപ്പ് ഫ്രം ബംഗ്ലാദേശ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രീസ്? ബംഗ്ലാദേശിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന T20 വുമൺസ് വേൾഡ് കപ്പ് ഏത് രാജ്യത്തേക്കാണ് പിന്നീട് മാറ്റിയത് എന്നാണ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് UAE ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ് ഈ T20 വുമൺസ് വേൾഡ് കപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്നാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന പ്രിവെയിലിംഗ് കാരണമാണ് വുമൺ T20 വേൾഡ് കപ്പ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് മാറ്റുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ദുബായിലാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ഇപ്പോൾ ഈ T20യുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കൺട്രി വിച്ച് കൺട്രി ഹാസ് ഡിസൈഡഡ് ടു റീഇൻട്രൊഡ്യൂസ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫ്രം ജാനുവരി 1, 2025 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, ക്രൊയേഷ്യയാണ്. അടുത്ത വർഷം ക്രൊയേഷ്യയിലാണ് ജനുവരി 1 മുതൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത്. ക്രൊയേഷ്യ ഡിഫൻസ് മിനിസ്റ്റർ ഇവാൻ അനുസിക്കാണിത് അനൗൺസ് ചെയ്തത്. 1990 യുദ്ധത്തിലൂടെ കടന്നുപോയ ബാൽക്കണിലെ ആംസ് റേസ് ആൻഡ് മിലിറ്ററി ബിൽഡപ്പിന് ശേഷമാണ് ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ യൂറോപ്പിലെ പിരിമുറുക്കങ്ങൾക്കിടയിലാണ് ഇങ്ങനെയൊരു റീഇൻട്രൊഡ്യൂസ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഡിസൈഡ് ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് പെർ ദ ലേറ്റസ്റ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് 2024 report, which Indian brand has been ranked as the strongest food brand in the world? ഫുഡ് ആൻഡ് ഡ്രിങ്ക് 2024 റിപ്പോർട്ട് പ്രകാരം സ്ട്രോങ്ങസ്റ്റ് ഫുഡ് ബ്രാൻഡ് ഇൻ ദ വേൾഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അമൂലാണ്. അമൂൽ എന്ന ബ്രാൻഡാണ്. ഇന്ത്യ ബ്രാൻഡ് അമൂൽ ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫുഡ് ബ്രാൻഡ് ഇൻ ദ വേൾഡ് ആസ് പെർ ദ ലേറ്റസ്റ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് 2024 റിപ്പോർട്ട് പ്രകാരം അമൂലാണ് സ്ട്രോങ്ങസ്റ്റ് ബ്രാൻഡ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോർമർ ഡയറക്ടർ ജനറൽ ഓഫ് ദ ഗിരീഷ് സാഹ്നി പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 68. ഗിരീഷ് സാഹ്നി ഏത് ഫോർമർ ഡയറക്ടർ ജനറൽ ഓഫ് ദ ആയിരുന്നെന്നാണ് ചോദിക്കുന്നത്. ഗിരീഷ് സാഹ്നി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആയിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖല ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ക്ലോട്ട് ബസ്റ്റേഴ്സ് വികസിപ്പിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു ഈ ഗിരീഷ് സാഹ്നി എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി രാജ്യത്തേക്ക് കൊണ്ടുവരികയും വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഗവേഷണ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു CSIRൻ്റെ ലക്ഷ്യം, ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ലാറ്ററൽ എൻട്രി ഇൻ ടു ദ ബ്യൂറോക്രസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. എന്ന് വെച്ചാൽ ദ ലാറ്ററൽ എൻട്രി വാസ് റെക്കമെൻഡഡ് ബൈ ദ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005. രണ്ടാമത്തെ ഉത്തരമായ ലാറ്ററൽ എൻട്രി മീൻസ് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫ്രം ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ ഗവൺമെൻറ് സർവീസ് കാഡ്രസ് ടു ഫിൽ മിഡ് ആൻഡ് സീനിയർ ലെവൽ പൊസിഷൻസ്. ഈ തുടങ്ങിയ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഉത്തരങ്ങൾ രണ്ടും കറക്റ്റാണ്. ബോത്ത് 1 and 2 ആൻസേഴ്സ് ആർ കറക്റ്റാണ്. സി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ വിച്ച് ഡേറ്റ് ഇന്ത്യ വിൽ സെലിബ്രേറ്റ് ഇറ്റ് ഫസ്റ്റ് നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഡേറ്റിനാണെന്ന് ചോദിച്ചാൽ 23 ഓഗസ്റ്റിനാണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. The Government of India announced 23 August as National Space Day to mark the landing of the Vikram lander of the Chandrayaan-3 mission on the Moon's South Pole. Touching lives while touching the Moon, India's space sag is the theme of the first National Space Day 2024. Touching lives while touching the Moon, India's space saga എന്നാണ് 2024 ഇതിൻ്റെ തീം ആയിട്ട് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ഹാസ് ബീൻ റേറ്റഡ് ഫോർ ദി സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയർ ഇൻ ദ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് കാർഡ്സ് 2024. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്
ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് കാർഡിൽ ഏത് ഗ്രേഡാണ് റേറ്റിംഗ് ആണ് ലഭിച്ചതെന്നാണ് ഉത്തരം. A+ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ഹാസ് ബീൻ റേറ്റഡ് A+ ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയർ ഇൻ ദ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് കാർഡ് 2024 എന്നാണ്. A+ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് റൗണ്ട് മ്യൂസീഷ്യൻ ആൻഡ് പ്ലേബാക്ക് സിംഗർ വിൽ റിസീവ് ദ നാഷണൽ ലതാ മങ്കേഷ്കർ അവാർഡ് ഫ്രം ദ മധ്യപ്രദേശ് ഗവൺമെൻറ് ഓൺ സെപ്റ്റംബർ 28? ഏത് റിനൗണ്ട് പ്രശസ്തമായ മ്യൂസീഷ്യൻസ് ആൻഡ് പ്ലേബാക്ക് സിംഗേഴ്സിനാണ് ലതാ മങ്കേഷ്കർ അവാർഡ് മധ്യപ്രദേശ് ഗവൺമെൻറ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഉത്തം സിംഗ് ആൻഡ് KS ചിത്രയാണ്. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് മോദിസ് ഗവേൺസ് ട്രയംഫ് റീഷേപ്പിംഗ് ഇന്ത്യാസ് പാത്ത് ടു പ്രോസ്പെരിറ്റി? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് യൂണിയൻ മിനിസ്റ്റർ അമിത്ഷാ ഹാസ് റിലീസ് ദ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് തരുൺ ചൗഹാണ്. യൂണിയൻ മിനിസ്റ്റർ അമിത്ഷാ ഹാസ് റിലീസ്ഡ് ആസ് ദ ബുക്ക് റിട്ടൺ ബൈ BJP ലീഡർ തരുൺ ചൗ. ഇത് റിലീസ് ചെയ്തത് യൂണിയൻ മിനിസ്റ്റർ അമിത്ഷാ ആണ്. ബുക്ക് എഴുതിയത് BJP ലീഡർ തരുൺ ചൗഗാണ്. which captures the transformative changes brought by the Modi's government in a host of sectors and regions including in the poll-bound Jammu and Kashmir. ഇതാണ് ഇതിൻ്റെ തീമായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The Supreme Court constitute a national task force to ensure the safety of doctors. How many members are in this task force എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ C ആണ്. 10 ആണ്. ഹൗ മെനി ടാസ്ക് മെമ്പേഴ്സിൻ്റെ ടാസ്ക് ഫോഴ്സ്? 10 ടാസ്ക് ഫോഴ്സുകളാണ് ഉള്ളത്. നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ജോലി സ്ഥലത്ത് സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കുന്നത്, നാഷണൽ പ്രോട്ടോകോൾ വികസിപ്പിക്കുന്നതിനും മുതിർന്ന ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോഴ്സാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്നതുകൊണ്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൺ വിച്ച് പ്ലാന്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ലിക്വിഡ് വാട്ടർ ഫോർ ദ ഫസ്റ്റ് ടൈം? ലിക്വിഡ് വാട്ടർ ഡിസ്കവർ ചെയ്ത ഫസ്റ്റ് ടൈം ഡിസ്കവേർഡ് ചെയ്തത് ഏത് പ്ലാന്റിൽ വെച്ചാണെന്നാണ് ചോദിക്കുന്നത്. മാർസിലാണ്. ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹു റിസീവ് ദ മെൻസ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് അറ്റ് ദ സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് 2023-24? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് രോഹിത് ശർമ്മയാണ്. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കൺട്രീസ് ഡിഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റ് ഇൻ ഓഗസ്റ്റ് 2024? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പോളണ്ട് ആൻഡ് ജർമ്മനിയാണ്. ഇതിൽ തന്നെ നമുക്ക് പോളണ്ട് ആൻഡ് ജർമ്മനിയാണ് ഫസ്റ്റ് ഉള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഹോംവർക്ക് എന്നോണം 3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പോളണ്ട്? യുക്രൈൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് ഓഫ് യുക്രൈൻ ആരാണ്? പോളിഷ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾ അറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ? AAIയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. M സുരേഷ് ആണ് ഉത്തരം. B ആണ് ആൻസർ. B ആണ് നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ്? ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. രാജേഷ് നമ്പ്യാരാണ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്.
ദേബ്ജാനി ഘോഷിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് രാജേഷ് നമ്പ്യാർ പ്രസിഡൻ്റായിട്ട് ഇതിലേക്ക് വന്നത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ നെയ്മഡ് ആസ് ദ ചീഫ് ഡേ മിഷൻ ഓഫ് ദ ഇന്ത്യൻ കണ്ടിൻജൻറ്റ് ഫോർ പാരീസ് പാരാലിമ്പിക്സ് 2024? ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് സത്യപ്രകാശ് സംഗ്വാനാണ്. ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഓഗസ്റ്റ് 2024 വിച്ച് എയർപോർട്ട് ഹാസ് വോൺ ദ ടൈറ്റിൽ ഓഫ് ബെസ്റ്റ് എയർപോർട്ട് അറ്റ് ദ ഇന്ത്യ ട്രാവൽ അവാർഡ്സ്? ബെസ്റ്റ് എയർപോർട്ട് അറ്റ് ദ ഇന്ത്യ ട്രാവൽ അവാർഡ്സ് ലഭിച്ച എയർപോർട്ടാണ് ഓപ്ഷൻ ഡി, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദ്. ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യാണ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഫോർ GRM ബസ്മതി റൈസ്? GRM ബസ്മതി റൈസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ നമ്പർ ബി ആണ്, സൽമാൻ ഖാൻ ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ.